ഞാൻ എല്ലാരും പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ മൂത്ത മോളാ അതിഥി. വളരെ നല്ല സ്വഭാവം. പിന്നെ ഇദ്ദേഹമാണ് ഞങ്ങളുടെ മരുമകൻ അനിൽജിത്ത്. വലിയൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വലിയ ഓഫീസറാ. അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും കുറവായിരിക്കും. ഞാൻ രാവും പകലും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യമാ, എന്റെ റിയമോൾക്കും കൂടി ഇതുപോലൊരു ഭർത്താവിനെ കിട്ടണോന്ന്. അല്ല, നിങ്ങൾ പലഹാരമൊന്നും എടുത്തില്ലല്ലോ. ഇതിവിടെ വലിയ ഫേമസാ. എടുക്കൂ, കഴിക്കൂ. ഏതുവരെ പഠിച്ചു മോളെ? അത് BA ഞാൻ പാസ്സായി. MA ചെയ്യാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. പഠിത്തം മാത്രമല്ലാതെ വേറെന്തൊക്കെയാ ഹോബി? അത് പിന്നെ കുറച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. കുറച്ച് ഇൻട്രസ്റ്റോ? ഫാഷന്റെ കാര്യത്തിൽ ഇവൾക്ക് ഭ്രാന്ത. സകല കാര്യങ്ങളും അറിയാം. അളക്കല്, മുറിക്കല്, തുന്നല് എല്ലാം. അതെ, നമ്മുടെ മോന് ഒട്ടും മോശമല്ല കേട്ടോ. പലാസിയ സ്ക്വയർ സൂപ്പർ മാർക്കറ്റിലെ മാനേജറാണ് എന്റെ മകൻ. ഞങ്ങളുടെ വീട്ടിലെ ഏക ആന്തരിയാണ് ഇവൻ. പിന്നത്തെ കാര്യം ജീവിക്കാനുള്ള വകയുണ്ടെന്ന് വെച്ച് വെറുതെ തെണ്ടി തിരിഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അതാ, അതുകൊണ്ട് മാത്രം അവൻ ജോലിക്ക് പോകുന്നത്. അല്ല, ഇപ്പഴും നിങ്ങൾ മധുരം ഒന്നും കഴിച്ചില്ലല്ലോ. അയ്യോ വേണ്ട ഏട്ടാ, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങൾ മധുരം എന്തെങ്കിലും കഴിക്കൂ. എന്നാൽ പറയൂ. നോക്കൂ, ഞങ്ങള് മെഴ്സിഡസോ BMW ഒന്നും അല്ല ചോദിക്കുന്നത് കേട്ടോ. ഒരു ബൈക്ക് കിട്ടിയാൽ മതി. അതും ഇവന്റെ നിശ്ചയത്തിന് വേണ്ടി മാത്രം. പിന്നെ എന്റെ മകൻ ബൈക്കിൽ ചെത്തി വരില്ലേ, അതിന്റെ പിറകിൽ നിങ്ങളുടെ മകൾ മഹാറാണിയെ പോലെ ഇരിക്കില്ലേ? ആ, നിങ്ങൾ പറയുന്നത് ശരി തന്നെ. കുടുംബമായിട്ടുള്ള യാത്രകളൊക്കെ നല്ലതാ അല്ലേ? ബൈക്കിന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ ചെറിയ വീഴ്ച വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ പെങ്ങളെ നന്നായി ശ്രദ്ധിച്ചോണം. അതിൽ ചെറിയൊരു വീഴ്ച വന്നാൽ പോലും ഞാൻ സഹിക്കില്ല. ഏട്ടാ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതം അമ്മേ. കലക്കിയല്ലോ. ഇനിയെങ്കിലും ഇത് വാങ്ങിക്കൂ ചേട്ടാ, മധുരം തുണയൂ. അനിയ, നിങ്ങൾക്കൊന്നും നാണമില്ലേ? നിങ്ങൾ ചെറുക്കനെ കൊണ്ടുവന്നത് കെട്ടിക്കാനാണോ അത് വിൽക്കാനോ? വിലപേശി വിൽക്കാനാണെങ്കിൽ വല്ല മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്ക്. ഇത് കുറച്ച് മാന്യന്മാര് താമസിക്കുന്ന സ്ഥലവും മാന്യത ഉള്ളവരുടെ വീടുമാണ്. എന്താ ഇത്? നിങ്ങളൊക്കെ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമാണ്. അമ്മേ, ഇത് സ്ത്രീധനമല്ല, ഗിഫ്റ്റാ. ഒരു ചേട്ടൻ സ്നേഹത്തോടെ അനിയത്തിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്. ഓ, കൊള്ളാം 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 കൊള്ളാം, ഗംഭീരം. നീ നാട്ടിലുള്ളവരുടെയൊക്കെ ചേട്ടനായിരിക്കും. ഈ നാട് മുഴുവൻ നിന്നെ സൂര്യചേട്ട സൂര്യചേട്ട എന്നല്ലേ വിളിക്കുന്നത്. പക്ഷെ ചേട്ടത്തി, ഈ ബൈക്ക് വല്ലതും നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഉറപ്പുവരുത്തിക്കോ. ഇതിപ്പോ വാങ്ങിയത് കാശ് കൊടുത്തിട്ടാണോ അതോ കത്തി കാണിച്ചിട്ടാണോ എന്ന്. പിന്നെ നിന്റെ ആത്മാഭിമാനമൊക്കെ എവിടെ പോയി? ചെറുപ്പമാണ്, വിദ്യാഭ്യാസമുണ്ട്, നല്ല ശമ്പളം വാങ്ങുന്നുണ്ട്. എന്നിട്ടും പെണ്ണിന്റെ വീട്ടുപടിക്കൽ വന്ന് നിന്ന് പിച്ചതുണ്ട്. നാണമില്ലേ നിനക്ക്? നീ ഇവിടെ ഒന്ന് ഇരുന്നേ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവന്മാർക്ക് വീണ്ടും വേണം, വീണ്ടും വേണം. കുടിക്കാനെടുക്ക. ആ ബൈക്കിന്റെ താക്കോൽ അവന് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ഇനി അത് ചോദിക്കണ്ട, അല്ലെങ്കിൽ അവൻ തോന്നുമ്പോ കഴുത്തിന് കത്തി വെച്ചെന്ന് വരും. പിന്നെ ഒരു കാര്യം സാറേ, ഞങ്ങൾ ഞങ്ങളുടെ മോളെ വളർത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മകന് കൊടുത്ത അതേ സ്നേഹത്തോടെയാ. ഞങ്ങളും നിങ്ങളും ഒക്കെ സ്വന്തം മക്കളെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയിരിക്കുന്നത്. എന്നിട്ടും മകന്റെ കല്യാണത്തിന് വേണ്ടി സ്ത്രീധനം വാങ്ങണമെന്ന് എവിടെ നിന്ന് പഠിച്ചതാ?
ഇതുപോലെ സ്ത്രീധനം കൊടുത്തു വരുന്ന പെൺമക്കളുണ്ടല്ലോ, അവരൊക്കെ അവസാനം അമ്മായി അമ്മമാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല. ഇതിരി കടന്നുപോയി ജാനകി. ഞങ്ങൾ ഇവിടെ അപമാനിക്കപ്പെടാൻ വേണ്ടിയല്ല വന്നത്. ചേട്ടാ, അത്യാവശ്യം കൊടുക്കൽ വാങ്ങലൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങളുടെ ഭർത്താവിന്റെ ഈ അനിയനുണ്ടല്ലോ, ഇയാളെ നിങ്ങളുടെ മോളെ ഈ ജീവിതകാലം മുഴുവൻ തളച്ചിടുകയുള്ളൂ. നോക്കിക്കോ. ഇനി ഇത് കേട്ടോണ്ട് ഇവിടെ നിൽക്കണമെന്നില്ല. ഒന്ന് വന്നേ. നിക്ക്, അതെ നിക്ക്, നമുക്കൊന്ന് സംസാരിക്കാനേ. അയ്യോ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അനിയ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ നാടിനും നാട്ടുകാർക്കും അനുസരിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ. അത്യാവശ്യം കൊടുക്കലും വാങ്ങലും ഇല്ലാതെ നല്ലൊരു ചെറുക്കനെ കിട്ടും. നല്ല പയ്യനാണെങ്കിൽ ചേട്ടത്തി അവൻ ഒരിക്കലും സ്ത്രീധനം വേണമെന്ന് പറയില്ല. നമ്മുടെ മൂത്ത മരുമകനെ നോക്ക്, അവൻ ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെയല്ലേ നമ്മുടെ മോളെ കല്യാണം കഴിച്ചത്. എന്ന് വെച്ച് ഇതുപോലൊരു പയ്യനെ കിട്ടണമെങ്കിൽ റിയയ്ക്ക് അടുത്ത ജന്മം വരെ കാത്തു നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ഗുണ്ട കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന കാശ് വാങ്ങി അവരെ വായിൽ വെച്ചു കൊടുത്ത് കല്യാണം നടത്തണമെന്നാണോ? അങ്ങനെ ഇവൻ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് നമ്മുടെ മോള് സുഖമായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അത് ആരുടെയൊക്കെ ചോര വീണ കാശാണെന്ന് ആർക്കറിയാം. പിന്നെ സത്യത്തിൽ ചേട്ടത്തി, റിയ എന്റെ മോളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ കൺമുന്നിൽ ഞാനിങ്ങനെ കെട്ടാച്ചെറുക്കായിട്ട് നിന്ന് പോണെന്നാണ്. ശരിക്കും നിങ്ങളുടെ പ്രോബ്ലം എന്താണ് ചിറ്റപ്പ? എന്തിനാ എപ്പോഴും നിങ്ങളുടെ ആദർശത്തിന്റെ പേരിൽ എന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ ബലി കഴിപ്പിക്കുന്നത്? എന്തിനാ എപ്പോഴും നിങ്ങളുടെ സത്യസന്ധതയുടെ ആത്മാർത്ഥത്തിനും കല്ലെടുക്കുന്നത്? മുതിർന്നവരോട് കാണിക്കാനുള്ള മര്യാദ നീ മറന്നുപോയോ? മിണ്ടാതെ അവിടെ ഇരിക്കെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് എന്റെ കണ്ണം തടിക്കോ? എന്നാലും ശരി, എനിക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ഞാനിന്ന് പറയാൻ തന്നെ ചെയ്യും. കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല, 5ാമത്തെ തവണ നിങ്ങൾ കാരണം എന്റെ കല്യാണം മുടങ്ങി പോകുന്നത്. ഇതുകൊണ്ടാ ഞാൻ എപ്പോഴും പറയുന്നത്, പയ്യന്റെ വീട്ടുകാർ വരുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ കയറ്റരുതെന്ന്. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ അനുഗ്രഹം മേടിച്ചു തന്നല്ലേ പറ്റും. പോരെ, ഇപ്പൊ കിട്ടിയില്ലേ അനുഗ്രഹമൊക്കെ? ഈ വീട്ടിൽ ഇങ്ങനെ പ്രേതത്തെ കണക്ക് ജീവിക്കുന്നതിനേക്കാളും എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നേ നല്ലത്. പക്ഷെ ചേട്ടത്തി, ഈ ബൈക്ക് വണ്ടി നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശരിക്കും ഉറപ്പുവരുത്തിക്കോ. ഇതിവൻ വാങ്ങിയത് കാശ് കൊടുത്തിട്ടാണോ അതോ കത്തി കാണിച്ചിട്ടാണോ എന്ന്. അങ്ങനെ ഇവൻ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് നമ്മുടെ മോള് സുഖമായിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അത് ആരുടെയൊക്കെ ചോര വീണ കാശാണെന്ന് ആർക്കറിയാം. എന്റെ പാദസൂർ എവിടെയോ കളഞ്ഞുപോയി. ഞാൻ വണ്ടിയിലിരുന്നപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? അത് ഞാൻ തീയിലിട്ടിരിക്കാം. ഈ മണ്ടൻ ബ്രഹ്മചാരി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നല്ല രസമുണ്ട്. ഹായ്. അല്ല, ഈ നാണമില്ലാത്ത മഹാബ്രഹ്മചാരിയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൂടാരത്തിൽ ചെന്ന് വസ്ത്രം ഒന്ന് മാറിക്കോട്ടെ. ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും നടുവിൽ ഒരിക്കലും ആരെയും കണ്ട് ഹൃദയം പെടഞ്ഞിട്ടില്ല. പക്ഷേ നിന്നെ കണ്ടപ്പോ ഇതിനെന്താ സംഭവിക്കുന്നെന്ന് അറിയുന്നില്ല. ഇതെന്തിനാ നിന്റെ പുറകെ പായുന്നെന്നും അറിയില്ല. അതുപോലെ നീയോ എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് എന്റെ അനുവാദം ഇല്ലാതെ പടികൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്റെ മുഖത്തുണ്ടായിരുന്ന ദേഷ്യത്തിന്റെ പിന്നിലെ സ്നേഹം നീ കണ്ടെന്നാണോ? അനുഭവിക്കുക അനുഭവിച്ചെന്നാണോ? അനുഭവിച്ചെന്നാണോ?